ഇന്ന് ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ ശാലിനി ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനെ കാണാനില്ല എന്നുള്ളത് ചേച്ചിയോട് പറഞ്ഞാലോ? അന്നേരം ഈ ഒരു അവസ്ഥയിൽ താങ്ങാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുക്കുകയേ നിവർത്തിയുള്ളൂ, പോലീസുകാർ എന്താ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അവർ സ്ഥിരം പല്ലവി തന്നെയാണ് അന്വേഷിക്കുന്നുണ്ട്, അതിന് കമ്മീഷണറെ കണ്ട് നേരിട്ട് പറയാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. ഡോക്ടർ അങ്ങോട്ട് പോവുകയാണ്. തുടർന്ന് അച്ഛാ ഞാൻ ശാരി ചേച്ചി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് കയറുകയാണ്. അന്നേരം കമലം ഗോപാലകൃഷ്ണനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എല്ലാം കൂടെ എൻ്റെ മണ്ടയ്ക്കിടല്ലേ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ശാരികയുടെ അടുത്തേക്ക് ശാലിനി ചെല്ലുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെ കാണാനില്ല എന്നുള്ളത് ശാരിക അന്നേരം അറിയുന്നില്ല. ശാലിനിയോട് പരാതി പറയുകയാണ്, നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറണമെന്ന്. അന്നേരം എന്താ ഹോസ്പിറ്റലിന് കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഇവരാരും ഒന്നും ശരിയല്ല, എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ വേറെ ഏതോ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചു, അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണനും കമലിനും കൂടി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, എന്തായാലും കുറച്ച് ദിവസം കൂടി ഇവിടെ കിടന്നേ മതിയാകും, അതിനുശേഷം ഞാൻ മോളെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് പറയാം. അങ്ങനെ കാണിക്കുമല്ലോ, ഉറപ്പാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ കാണിക്കാമെന്നിങ്ങനെ ശാലിനി അത് വിഷമത്തോടെയാണ് പറയുന്നത്. അന്നേരം ശാലിനിയെ ശാരിക വിശ്വസിക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ മനസ്സിൽ പറയുകയാണ്, ശാരികയുടെ കാര്യത്തിലും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണേ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം മൂർത്തി ആരനെയും കൂടി അവിടെ ആ ഒരു ആശ്രമത്തിൽ നിന്ന് ആ കുഞ്ഞിനെ കൊണ്ടുവരുന്നുണ്ട്. ശിശുക്ഷേമ സമിതിയിൽ നിന്ന് അവിടെ നിന്ന് അമ്മ തൊട്ടിലിൽ ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അച്ഛനും അമ്മയൊക്കെ കുഞ്ഞിന് വേണ്ടി തൊട്ടിലും കളിപ്പാട്ടങ്ങളും ഒക്കെ റെഡിയാകുന്നുണ്ട്. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്, പാലുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നെ ദുർഗയുടെ മകൾ നന്ദനയുടെ പഴയ കളിപ്പാട്ടമൊക്കെ എടുത്തുകൊണ്ട് റെഡിയാക്കി വെക്കുകയാണ്. ഈ സമയത്ത് അവർ കുഞ്ഞിനെയും കൊണ്ട് വരികയാണ്. അന്നേരം ഓടിപ്പോയി അമ്മ ആരതിയെ കൊണ്ടുവന്ന് ഒഴിയുകയാണ്. എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് അരുണയാണെങ്കിൽ അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ഇത് മുത്തശ്ശനാണ് മുത്തശ്ശിയാണെന്ന് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മൂർത്തിയാണെങ്കിൽ. തുടർന്ന് കുഞ്ഞിനെ മുറിയിലേക്ക് കൊണ്ടുവന്ന് കട്ടിലേക്ക് കിടത്തുകയാണ്. അന്നേരം കൃഷ്ണമൂർത്തി ചോദിക്കുന്നുണ്ട്, എന്നെ ഡാഡി എന്ന് വിളിച്ചു പഠിപ്പിക്കണോ അച്ഛാന്ന് വിളിക്കണോ എന്ന്. അന്നേരം അരുണ പറയുന്നുണ്ട്, അച്ഛാന്ന്, നമ്മുടെ മോളല്ലേ അച്ഛാന്ന് മതി. അന്നേരം പരിചയപ്പെടുത്തതേ അച്ഛൻ, ഇത് അമ്മ, ഇത് മുത്തശ്ശൻ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് അവർ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി കുഞ്ഞു വന്ന സന്തോഷത്തിലാകെ സന്തോഷം തന്നെ ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അന്നേരമാണ് മൂർത്തിക്കൊരു ഫോൺ വരുന്നുണ്ട്. അന്നേരം ആ ഒരു ഫോൺ കോളിൽ മൂർത്തി ആകെ ആണോ എന്നും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ ഫോൺ വെച്ച ശേഷം അരുണ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചരക്ക് കപ്പൽ അടിച്ച് നശിച്ചില്ലേ, അതിൻ്റെ ഇൻഷുറൻസ് തുക അനുവദിച്ചിരിക്കുന്നു, 5 കോടി രൂപ, മോളുടെ ഭാഗ്യമാണ്, മോള് സുബ്രഹ്മണ്യൻ തിരുമുൽപ്പാട് പറഞ്ഞ ശരി തന്നെയാണ്, മോള് ഭാഗ്യം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ പിന്നീട് ആ കുഞ്ഞിനെ അങ്ങോട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ ഭാഗ്യം തന്നെയാണ് അച്ഛൻ്റെ മോള് വന്നേന്നൊക്കെ പറഞ്ഞ് അങ്ങ് കളിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. അവർ ആ കുഞ്ഞ് വന്നു കയറിയുകൊണ്ട് അവർ ഭാഗ്യം തിരിച്ചു വന്നിരിക്കുന്ന അവർ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരിക്കുകയാണ്. ശാരികയുടെ കുഞ്ഞിനെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സമയം ശ്യാമയാണെങ്കിൽ ശാരിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അന്നേരം കുറേ ദിവസമായി ഇങ്ങോട്ടൊക്കെ വരണമെന്ന് വിചാരിക്കുന്നു, ഹോട്ടലിലെ കാര്യം എല്ലാം കൂടി പാടാണ്, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. അന്നേരം അതുപോലെ ശാരീരിക വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ശാന്തേച്ചി ഇപ്പോൾ വരാറില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ കണക്ക് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എനിക്ക് മോളെ ഒന്ന് കാണണമെന്നുണ്ട്, ശാലിനിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവന്ന് കാണിക്കാമെന്ന് അവൾ പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ മനസ്സിൽ കരുതുകയാണ്, ഓ അപ്പോൾ ഈ പാവത്തിനോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ, ഇവരെ പിന്നെ ചേച്ചിയും പറ്റിക്കുകയാണല്ലേ, ഇതൊന്ന് കലക്കണം എന്നിങ്ങനെ പറഞ്ഞ് ശ്യാമ ആലോചിച്ചിരിക്കുകയാണ്. അന്നേരം ശാരിക ചോദിക്കുന്നു, നീ എന്താ ആലോചിക്കുന്നത്? അന്നേരം വലിയേച്ചിയുടെ ഗതി ആർക്കും വരരുതെന്നാണ് ഞാൻ ആലോചിച്ചതെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അന്നേരം നീ എന്താ പറയും ചോദിക്കുമ്പോൾ വലിയേച്ചി ഇത്രയ്ക്ക് അങ്ങോട്ട് പൊട്ടിയായിരുന്നു, വലിയേച്ചി കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുകയാണ്. അന്നേരം നീ എന്താ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ദിവസമായിട്ട് കുഞ്ഞിനെ കാണാനില്ല, ആരോ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്, കുഞ്ഞേച്ചിയിൽ ഏൽപ്പിച്ചത് അവർ കള്ളിയാണ്, പെരും കള്ളിയാണ്, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതെന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെയൊന്നും അല്ല, പിന്നെ അവൾ പറഞ്ഞല്ലോ കുഞ്ഞുണ്ടെന്ന് കാണിക്കാമെന്ന് പറഞ്ഞല്ലോ, നീ വെറുതെ കള്ളമാണ് പറയുന്നത്. അന്നേരം അല്ല, സത്യം തന്നെയാണ്, പിന്നെ ആരാ കൊണ്ടുപോയത്, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, വിഷ്ണുവേട്ടൻ മരിച്ചത് വലിയേച്ചി അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അന്നേരവും ശാരീരിക ഷോക്കാവുന്നുണ്ട്, വിഷ്ണു മരിച്ചെന്നോ? അന്നേരം അതെ, വിഷ്ണു മരിച്ചു, വിഷ്ണുവേട്ടൻ മരിച്ചു, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായി, അത് ആരോടും അവർ പറഞ്ഞില്ലല്ലോ, എന്തിനാ അവരുടെ വീട്ടുകാരെടുത്ത്, വിഷ്ണുവേട്ടൻ്റെ വീട്ടുകാരെടുത്ത് പോലും പറഞ്ഞില്ല, പിന്നെ മരിച്ചതല്ല കൊന്നതാണെന്നാണ് എല്ലാവരും പറയുന്നത്, ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി എന്നിങ്ങനെ പറയുകയാണ്. അവർ പെരും കള്ളിയാണ്, അവരെ വിശ്വസിക്കരുത് എന്നിങ്ങനെ പറയുന്നു. ഇനിയിപ്പോൾ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് എങ്ങനെ അറിയാം എന്ന് പറയുമ്പോൾ ശ്യാമയെന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യത്തോടെ അല്ല ഒരു സങ്കടത്തോടെ പെട്ടെന്ന് ശ്യാമ ഇങ്ങനെ കുറുകെ പിടിക്കുകയാണ് ശാരിക. അന്നേരം അല്ല, കയ്യബദ്ധം കൊണ്ട് എന്തെങ്കിലും പറ്റിപ്പോയോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ എനിക്കെൻ്റെ മോളെ കാണാൻ ഞാൻ ഇപ്പോൾ പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞ് ശാരിക ബഹളം ഉണ്ടാക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം എന്താണെന്ന് ചോദിച്ച് പറയുമ്പോൾ അച്ഛനല്ലേ ഞാൻ കുഞ്ഞിനെ വളർത്താൻ ഏൽപ്പിച്ചത്, എൻ്റെ മോളെവിടെ, എല്ലാവരും കൂടി കൊണ്ടുപോയി കൊന്നോ, എനിക്ക് പോകണമെന്നും പറഞ്ഞ് ശാരിക ഒരു പ്രഷർ കൂടെ പോലെ ശ്വാസം മുട്ടലൊക്കെ വരുന്നുണ്ട്. സമയം ഡോക്ടർ നഴ്സുമാരൊക്കെ ഓടി വരുന്നുണ്ട്. അന്നേരം ഞാൻ പോവുകയാണ്, എനിക്ക് പോകണം, മോളെ കാണണം എന്നൊക്കെ പറഞ്ഞ് ശാരിക ബെഡിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങും. ഡോക്ടർ നഴ്സുമാരൊക്കെ പിടിച്ചു വെക്കുന്നുണ്ട്.
ഇതൊക്കെ കണ്ടു. പക്ഷേ ശ്യാമ ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഗോപാലകൃഷ്ണനൊന്നും പറയാനും കഴിയുന്നില്ല. എനിക്ക് എൻ്റെ മോളെ കാണണം, എല്ലാവരും കൂടി പറ്റിക്കുകയാണെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് മോളെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അന്നേരം ഇല്ല, നിങ്ങളെല്ലാവരും പറ്റിക്കുകയാണ്, എൻ്റെ കുഞ്ഞിനെ ഞങ്ങളെല്ലാവരും കൂടി കൊന്നു, എനിക്കിപ്പോൾ എൻ്റെ മോളെ കാണണമെന്നും പറഞ്ഞ് കൈ ഇങ്ങനെ മുഖം ചുറ്റിപ്പിടിച്ച് ശരീരം അങ്ങ് കരയുകയാണ് ചെയ്യുന്നത്. ഗോപാലകൃഷ്ണൻ ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ ഇതൊക്കെ എന്തോ ഒരു സന്തോഷം, വേറെ ആരോ ശത്രുക്കൾക്ക് എന്തോ ഒരു ആപത്ത് വന്നു സന്തോഷം പോലെയാണ് ശ്യാമയുടെ ആ നിപ്പും ഭാവമൊക്കെ കാണുമ്പോൾ. ഇതേ സമയം അവിടെ മൂർത്തിയുടെ വീട്ടിൽ അവർ ആ അപ്പനും അമ്മുവയും മൂർത്തിയും അരുണയും ഒക്കെ ചേർന്ന് ഈ കുഞ്ഞിനെ അങ്ങ് കളിപ്പിക്കുകയാണ്. കുറേ പേരുകളൊക്കെ ഈ മുത്തശ്ശൻ വിളിക്കുന്നുണ്ട്. അന്നേരം ഒറിജിനൽ പേരിടുമ്പോൾ മോൾക്ക് ഏത് പേരാകുമെന്ന് കൺഫ്യൂഷൻ ആകുമെന്നൊക്കെ ഇങ്ങനെ മൂർത്തി പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവരിങ്ങനെ സംസാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ മൂർത്തിയുടെ പെങ്ങളാണെങ്കിൽ ദുർഗ വരുന്നുണ്ട്. എന്നിട്ട് ഓടിക്കൊണ്ടകത്തേക്ക് കയറുകയാണ്. കൊച്ചിനെയും കളിപ്പിച്ചിവിടെ പിന്നെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ ചോദിക്കുന്നുണ്ട്. അന്നേരം സങ്കടപ്പെടാനായിട്ട് ഇവിടെ മരണമൊന്നും നടന്നില്ലല്ലോ എന്നിങ്ങനെ ആ ഒരു വാസുദേവൻ മൂർത്തിയുടെ അച്ഛൻ പറയുന്നുണ്ട്. അന്നേരം ഇതിലും ഭേദം അതായിരുന്നു നല്ലതെന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ നീ വന്ന കാര്യം പറയുമെന്ന് പറയുകയാണ്. അന്നേരം ഈ കൊച്ചിനെ ഇവിടെ വളർത്താൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് എനിക്കും എൻ്റെ മോൾക്കും കൂടി അവകാശപ്പെട്ട വീടാണെന്ന് പറയുന്നുണ്ട്. അന്നേരം മൂർത്തിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇത് അവനും കൂടി അവകാശപ്പെട്ട വീടല്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം അത് എന്തായാലും ശരി, ഇവിടെ വളർത്താൻ പറ്റില്ല എന്ന് പറയുകയാണ്. അന്നേരം അവകാശമൊക്കെ പറയുന്നുണ്ട് ഈ വീട് ഇങ്ങനെ ആക്കിയത് മൂർത്തിയാണ് എന്നിങ്ങനെ അരുണ കുഞ്ഞിനെ അങ്ങോട്ട് കട്ടിലിൽ നിന്ന് എടുത്തിട്ട് പറയുന്നുണ്ട്. അന്നേരം അതിന് മേൽ കടം അവൻ വരുത്തി വെച്ചിട്ടുണ്ട്, അച്ഛൻ്റെ പിന്നെ പൈസ എല്ലാം ബിസിനസ് ചെയ്ത് നശിപ്പിച്ചില്ലേ എന്ന് പറയുകയാണ്. പിന്നെ ഈ കൊച്ച് ഏത് ജാതിയാണെന്നറിയാമോ, ആരുടെ കൊച്ചാണെന്നറിയാം, വളർന്നു വരുമ്പോൾ ആരുടെയെങ്കിലും തല, അച്ഛൻ്റെ അമ്മ ആരുടെയും തലയാണ് എടുക്കുന്നതെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം നിനക്ക് എങ്ങനെയാണ് കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയാൻ കഴിയുന്നു എന്നിങ്ങനെ അമ്മ ചോദിക്കുമ്പോൾ കഠിന ഹൃദയമുള്ളവർക്കൊന്നും അങ്ങനെയൊന്നും സാധിക്കില്ല അമ്മയെന്നിങ്ങനെ മൂർത്തി പറയുകയാണ്. അന്നേരം അരുണ പറയുന്നുണ്ട് ഞങ്ങൾ കുഞ്ഞിനെ വളർത്താനായിട്ട് തീരുമാനിച്ചത് തന്നെയാണ് എന്ന്. അന്നേരം കൃഷ്ണമൂർത്തിയും പറയുകയാണ് ഇതിപ്പോൾ ഞാനാണ് ദത്തെടുത്തതിന്, ഞാൻ വളർത്തുക തന്നെ ചെയ്യും, പിന്നെ അത് വളർന്നു വരുമ്പോൾ തലയെടുക്കുന്നെങ്കിൽ അത് ഞാൻ അങ്ങ് സഹിച്ചു എന്ന് പറയാനും വിഷമിക്കേണ്ട എന്ന് പറയുകയാണ്. അന്നേരം എന്തായാലും ഇവിടെ വളർത്താനായിട്ട് പറ്റില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താ ഞാൻ കാണിച്ചു തരാം, പുതുമന വീട്ടിൽ വാസുദേവൻ്റെ മകൾ തന്നെയാണ് ഞാനും, എന്നെ എന്തായാലും ഇവിടെ വളർത്താൻ പറ്റില്ല, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് ദുർഗ പോവുകയാണ്. അന്നേരം മോളെ എന്നൊക്കെ ഈ അച്ഛൻ വിളിക്കുന്നുണ്ട്. അന്നേരം ഈ അരുണയും മൂർത്തി ഇങ്ങനെ വിഷമിച്ചേക്ക് കാണുമ്പോൾ അച്ഛൻ പറയുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കൂടെ ഈ അച്ഛനും അമ്മയും എന്തിനുണ്ട്, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നിങ്ങനെ പറഞ്ഞ് സമ്മാനിപ്പിക്കുന്നത്. ആ കുഞ്ഞിനെ നല്ല സന്തോഷത്തോടെ കാണിക്കുന്നത് അതിനെ അരുണ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ ഹോസ്പിറ്റലിലേക്ക് ശാലിനി ഗോപാലകൃഷ്ണൻ വിളിച്ചു വരുത്തുന്നുണ്ട്. അന്നേരം എന്താ ഉണ്ടാകും ചോദിക്കുമ്പോൾ ശാരിയെ കാണാനായിട്ട് ശ്യാമ വന്നിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം അതിലിപ്പോൾ എന്താ ശ്യാമ വന്നാലും എന്താ പ്രശ്നമെന്ന്. അന്നേരം അത് നമ്മൾ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു, എന്താണോ അവളെ അറിയിക്കരുതെന്ന് വിചാരിച്ചത് അത് അവളെ ശ്യാമ അറിയിച്ചു, കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുകയാണ്. അന്നേരം എന്നിട്ട് എന്ന് പറയുകയാണ്. അന്നേരം അതിനുശേഷം ആകെ ബഹളമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമയത്ത് ഡോക്ടർ അങ്ങോട്ടത്തേക്ക് എത്തുന്നുണ്ട്. അന്നേരം എന്താന്ന് ചോദിക്കുന്നുണ്ട് ശാലിനി. അന്നേരം ഞാൻ പറഞ്ഞിരുന്നതല്ലേ ശാരിക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാണുകയും കേൾക്കുക അങ്ങനെ വാർത്തയൊന്നും ചെയ്യരുത് എന്നുള്ളത്, അത് മനസ്സിന് ഒരു മെൻ്റൽ ഷോക്കാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ചില മാസങ്ങളെടുക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാൻ അതൊരു മാനസിക വിഭ്രാന്തിയിലേക്കൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനൊരു തൽക്കാലം ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുകയാണ്, ഉണരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നൊന്നും പറയാനായിട്ട് കഴിയില്ല എന്ന് പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് സോറി ഡോക്ടർ, എൻ്റെ ഇളയ മകൾ ശ്യാമയുടെ വരവാണി കുഴപ്പം നിനക്ക് കാരണം, അവളാണ് കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ സൂക്ഷിക്കണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടങ്ങ് പോവുകയാണ്. ഉണരുമ്പോൾ എന്താണെന്നുള്ള അറിയാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണനോട് ശാലിനി പറയുന്നുണ്ട് ഞാൻ എല്ലാം കൂടി ഒരു കരയ്ക്ക് എത്തിക്കുന്നു വിചാരിച്ചപ്പോൾ ഇത് പൊടിയതൊക്കെ വെറുതെ ആയല്ലോ, എന്തായാലും ചേച്ചി ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് ശാലിനി അകത്തേക്ക് ആ റൂമിലേക്ക് ചെല്ലുകയാണ്. പക്ഷേ അന്നേരം ബെഡിലാണെങ്കിൽ ശാരികയെ കാണുന്നില്ല. അന്നേരം അവിടെയൊക്കെ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് വെളിയിലേക്ക് വന്ന് ഗോപാലകൃഷ്ണനോട് പറയുന്നുണ്ട് ശാരി ചേച്ചിയെ കാണാനില്ല എന്നൊന്നും പറഞ്ഞ് അവരവിടെയൊക്കെ നോക്കുകയാണ്. അതേസമയം ശാരികയാണെങ്കിൽ എഴുന്നേറ്റ് നടന്നു പോകുന്ന കാണിക്കുന്നുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിലെ വേഷം തന്നെയാണ്, ആ ഒരു നൈറ്റ് ഇട്ടിരിക്കുന്ന ആ ഒരു വേഷം, തോളിലൊരു തോർത്തുമുണ്ട്, കാലിൽ ചെറിയ ബാൻഡേജ് ഒക്കെ ഉണ്ട്. എന്നിട്ട് പതിയെ ഇങ്ങനെ നടന്ന റോഡയിലൂടെ ഇങ്ങനെ പോകുന്ന സീനാണ് കാണിക്കുന്നത്. അതിനുശേഷം അവിടെ കുടുംബശ്രീ ഹോട്ടലാണ് കാണിക്കുന്നത്. അവിടെ ശ്യാമയാണ്, പിന്നെ വേലയ്ക്ക് വെച്ച് 2-3 പേരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രോഹിത് ഓട്ടോയിൽ വരുന്നുണ്ട്. എന്നിട്ട് രോഹിത് നേരെ ഹോട്ടലിലേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് ശ്യാമയോട് ചോദിക്കുന്നുണ്ട് നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നോ? അന്നേരം പോയിരുന്നു. ശ്യാമ വെറും ഒരു മൈൻഡും കൊടുക്കാനാണ് പറയുന്നത്. അന്നേരം എന്തിനു പോയി എന്ന് ചോദിക്കുകയാണ്. അന്നേരം ചേച്ചിയെ കാണാൻ, എൻ്റെ ചേച്ചിയാണ് അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, അപ്പോൾ ക്ഷേമം അന്വേഷിക്കുന്ന എൻ്റെ ഉത്തരവാദിത്വമല്ല, അതുകൊണ്ട് ഞാൻ പോയി എന്ന് പറയാം. അതിനിപ്പോൾ രോഹിത്തിന് എന്താ, എൻ്റെ ചേച്ചിയില്ല ഞാൻ കാണാൻ പോയെന്ന് പറയുന്നുണ്ട്. അന്നേരം അതിന് എനിക്കൊന്നും സംഭവിച്ചില്ല, അല്ലെങ്കിൽ തന്നെ എനിക്കെന്തോ പറ്റാനാണ്, സംഭവിച്ചത് മുഴുവൻ എൻ്റെ ചേച്ചിക്കാണ്. എൻ്റെ ചേച്ചി അവിടെ അലമുറയിട്ട് കരയുന്നുണ്ട്, കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ആകെ ദേഷ്യത്തിലാണ് രോഹിത് പറയുന്നത്. അന്നേരം ശ്യാമ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. മിക്കവാറും ശ്യാമയുടെ ആ ഒരു സംസാരത്തിന് രോഹിത് മുഖമടച്ച് 1-2 അടി കൊടുക്കാനുള്ള ആ ഒരു സാധ്യതയുണ്ട്. എത്ര കിട്ടിയാലും ശ്യാമയെ പഠിക്കില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് ശ്യാമയുടെ ആ ഭാവവും പോക്കും ഒക്കെ കാണിക്കുന്നത്.
അതേസമയം ശാരിക ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് കാണാം. ഇനി സത്യഭാമയുടെ വീട്ടിലേക്ക് തിരക്കി പോതേ കുടുംബശ്രീ വീട്ടിലേക്ക് വരൂ, ഇനി ശാരികയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമുക്കറിയേണ്ടത്. ഓക്കെ, കാണാം. ഓക്കെ, താങ്ക് യു.